നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്ത് 8 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. തീവ്രവാദ സംഘടനയായ ബൊക്കോ ഹറാം 8 ക്രൈസ്തവരെ കൊല ചെയ്തതായി പ്രാദേശിക വൃത്തങ്ങൾ അറിയിച്ചു. ഓഗസ്റ്റ് 30 ശനിയാഴ്ച ഗ്വാസ കൗണ്ടിയിലെ എൻഘോഷെ ഗ്രാമത്തിൽ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് 5 ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. അടുത്ത ദിവസം ഓഗസ്റ്റ് 31 അസ്കിര ഉബ കൗണ്ടിയിലെ മുസ ഗ്രാമത്തെ ലക്ഷ്യം വെച്ച തീവ്രവാദികൾ വീടുകളിൽ ഉറങ്ങിക്കിടന്ന 3 ക്രൈസ്തവരെ കൂടി അതിദാരുണമായി കൊലപ്പെടുത്തി. ഓഗസ്റ്റ് 30-31 വാരാന്ത്യത്തിലാണ് ബോർണോ സംസ്ഥാനത്തെ പോലീസും സൈനിക ഉദ്യോഗസ്ഥരും ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചത്. ഗ്വാസ, അസ്ഗിറ, ഉബ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലെ സമൂഹങ്ങളെ ലക്ഷ്യമിട്ട് ബോക്കോ ഹറാം തീവ്രവാദികൾ 2 വ്യത്യസ്ത ആക്രമണങ്ങൾ നടത്തിയതായി സംസ്ഥാന പോലീസ് വക്താവ് നാനും കെന്നത്ത് പറഞ്ഞു. ബോർണോ സൗത്തിനെ പ്രതിനിധീകരിക്കുന്ന നൈജീരിയൻ നാഷണൽ അസംബ്ലി അംഗമായ സെനറ്റർ മുഹമ്മദ് അലി എൻഡുമെ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ ബോക്കോ ഹറാം തീവ്രവാദികൾ നിരവധി വീടുകൾക്ക് തീയിട്ടതായി റിപ്പോർട്ട് ചെയ്തു. ആക്രമണങ്ങളെ ഹൃദയഭേദകവും വേദനാജനകവുമെന്ന് വിശേഷിപ്പിച്ച സെനറ്റർ നിരപരാധികളായ സാധാരണക്കാരെ, പ്രത്യേകിച്ച് കർഷകരെയും യുവാക്കളെയും ലക്ഷ്യം വയ്ക്കുന്നത് തുടരുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചു. ഇത് ബോർണോ സൗത്ത് നേരിടുന്ന നിരന്തരമായ അരക്ഷിതാവസ്ഥയുടെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണെന്നും സെനറ്റർ എൻഡുമെ പറഞ്ഞു. ഓപ്പൺ ഡോഴ്സിന്റെ 2025 വേൾഡ് വാച്ച് ലിസ്റ്റ് അനുസരിച്ച് ക്രൈസ്തവർക്ക് ജീവിക്കാൻ ലോകത്തിൽ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്നായി നൈജീരിയ തുടരുന്നു.